ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇതാ പോകുന്നത് പള്ളിത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ. ഇത് അപ്പുറവും ഇപ്പുറവും വയലുകളും നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ ഞങ്ങൾ പോകുന്നത് ഇന്ന് മീൻ ലേലം വിളിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ പല പല മീനുകളുണ്ടാവും. കായൽ മത്സ്യങ്ങളാണ് കേട്ടോ എല്ലാം. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇയാൾ കൂടി നിൽക്കുന്നത് കണ്ട, മീനിന്റെ പുറത്തൊക്കെ ചവിട്ടിയാണ് അവർ നിൽക്കുന്നത്. ഇവർ ഇവിടെ നിന്ന് ലേലം വിളിച്ച് വാങ്ങിക്കുന്ന മീനുകളാണ് മാർക്കറ്റുകളിൽ കൊണ്ട് ഇങ്ങനെ വിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ പോയി വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ലേലം വിളിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ അതേപോലെ അവർ വിളിക്കുന്നത് പോലെ ലേലമൊക്കെ പറഞ്ഞ് അതിൻ്റെ വില കറക്റ്റ് ചെയ്ത് മേടിക്കണം. അങ്ങനത്തെ ഓരോ പങ്ക് മീനുകളോടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ഓരോരുത്തർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കരിമീനുണ്ട്, പിലോപ്പിയുണ്ട്, കൊഴുവയുണ്ട്, ചെമ്മീനുണ്ട്, അങ്ങനെ പല പല മീനുകളാണ്. പൊടിമീൻ, പല പല മീനുകളുടെ ഐറ്റം എന്താ ഇതുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു പങ്ക് ചെമ്മീനും വാങ്ങിച്ചു, ഒരു പങ്ക് കരിമീനുമാണോ ഞങ്ങൾ വാങ്ങിച്ചത്. കരിമീൻ കൊണ്ടുവന്നിട്ട് ഞാനിതാ വെട്ടി ക്ലീൻ ചെയ്ത് ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അത് ഒന്ന് ചെത്തിയൊക്കെയാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെത്തിയാണ് എടുക്കാറുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെത്തിയെടുക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ തേച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ കനം കുറച്ചിങ്ങനെ ഞാൻ ചെത്തി എടുക്കും. എനിക്ക് അതാണ് എളുപ്പവും ഇഷ്ടവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാ കരിമീനുകളും നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ ചെത്തിയെടുത്തിട്ട് അത് അപ്പോൾ നമുക്ക് കല്ലിലൊന്നും കൊണ്ടുപോയിട്ട് തേക്കൊന്നും വേണ്ട. ഇതേപോലെ എല്ലാം എടുത്ത് വെട്ടി കഴുകി തലയൊക്കെ കളഞ്ഞ് എടുത്തു. അതിൽ നിന്ന് ഞാൻ 4 എണ്ണം എടുത്ത് നന്നായിട്ടൊന്ന് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ട സാധനങ്ങളാണ് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതെല്ലാം കൂടെ പേനാക്കിയൊക്കെ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് മിക്സിയിലിട്ട് ആണ് അത് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ഒരു തക്കാളി കൂടെ വേണം, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ. അങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഞാൻ അതിലിട്ടാണ് വേപ്പില ഇട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതൊക്കെ കൂടെ ഇട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിയിടുന്നു. പിന്നെ ഇതിൽ ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നനച്ചെടുക്കണം. അത് നനച്ച് എടുത്തിങ്ങനെ ഇതാക്കി വെച്ചിട്ട് വേണം. അതാണ് ഈ ഇട്ടിരിക്കുന്ന ഉള്ളി ഇതിലൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി എടുത്തു വെച്ചിരിക്കുന്നത് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടെ വഴറ്റി നന്നായിട്ട് പറ്റി കുറുകി വരണം. നല്ല ഇതായിട്ട് ഗ്രേവി തിക്കായിട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വാഴയില വെച്ച് ഒരു ചട്ടി എടുത്ത് വെക്കാം. ആ ചട്ടിയുടെ അകത്തേക്ക് വാഴയില വെച്ച് കൊടുത്തിട്ട് അടിയിൽ ഒരു ഇച്ചിരി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വേണം വാഴയില വെക്കാൻ. വാഴയില വെച്ച് ആദ്യമേ ഈ മസാല കുറച്ച് വെച്ചിട്ട് കരിമീൻ പെറുക്കി വെച്ച് അതിൻ്റെ പുറത്ത് മസാല തേച്ച് കരിമീനും വെച്ച് കഴിഞ്ഞ് ഇനി അതിലേക്ക് നമ്മളപ്പോൾ ആ മസാലയിൽ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്തേക്കണതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തേങ്ങാപ്പാലും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് അടച്ചു മൂടി പിന്നെ അതൊന്ന് ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മസാലയൊക്കെ പുരട്ടി ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായല്ലോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.